അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനും ഇക്കാടെ ഉമ്മായും കൂടി ഉംറയ്ക്ക് പോയതാട്ടോ. ഇത് ഞങ്ങൾ എയർപോർട്ടിൽ ഫുഡൊക്കെ കഴിച്ച് ഇഹ്റാം കെട്ടിയിരിക്കുന്നതാണ്. അതും കഴിഞ്ഞ് ഞങ്ങൾ വിമാനത്തിൽ കയറി. ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ ഇതൊക്കെ ഞങ്ങളുടെ. അതും കഴിഞ്ഞ് ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിലെത്തി. അവിടുന്ന് ബസ്സിൽ കയറി ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ബസ്സിൽ ഉസ്താദ് ഉംറയെ പറ്റിയുള്ള ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും തന്നെ ദിക്റുകളിലൊക്കെ ആയിട്ട് മുഴുകിയിരിക്കുകയാണ്. കാരണം അതിലൊട്ടുമിക്ക പേരുടെയും ഭയങ്കര വലിയ ജീവിത അഭിലാഷമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹറമുകളൊക്കെ ഒന്ന് കാണലേ. അപ്പോൾ ഉംറ കഴിഞ്ഞു. അന്നത്തെ ഉംറയൊന്നും നമുക്കൊന്നും വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല, അങ്ങനെ പാടില്ലല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ ഞങ്ങൾ 5 പേരായിരുന്നു കേട്ടോ. ഉമ്മായും ഞാനും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട 3 ആൾക്കാരും. അവരൊക്കെ കൂടി പിറ്റേ ദിവസം ഉംറ ഇല്ല. അന്നേരം ഞങ്ങളെ കയ്യിൽ ഒരുപാട് പേര് മക്കത്തെ പ്രാവുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് തന്നിട്ടുണ്ടായി. അതൊക്കെ ഞങ്ങളെല്ലാവരും കൂടി കൊടുക്കുവാണ്. അത് വലിയ സന്തോഷത്തിലൊക്കെ കൊടുത്തു. ഭയങ്കര അത്ഭുതകരമായ ഒരു ലോകത്ത് ചെന്നെത്തിയ പ്രതീതി കേട്ടോ ഞങ്ങൾക്ക്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം കഅബയിലേക്കൊക്കെ നോക്കിയിരുന്ന് കുറേ കർമ്മങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വഴി മാറിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം കുറേ മയ്യത്തുകൾ ഇങ്ങനെ കൊണ്ടുപോകണം. ഇതൊക്കെ കഴിഞ്ഞ് ഇശായൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇഹ്റാം കെട്ടാൻ പോവാട്ടോ, അടുത്ത ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരു ഉംറ കഴിഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾക്കെല്ലാം റെസ്റ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് 3-ാമത്തെ ദിവസമാണ് വീണ്ടും ഉംറയ്ക്ക് പോകുന്നത്. ഇത് ആയിഷപ്പള്ളി കേട്ടോ. ആയിഷപ്പള്ളിയുടെ പിന്നിലൊക്കെ ഒരുപാട് ചരിത്രമൊക്കെ ഉണ്ട്. അതൊന്നും വിവരിക്കാനായിട്ട് ഇപ്പോൾ ഈ കുഞ്ഞു വ്ളോഗിലൊന്നും നേരമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യാനുസരണം അതൊക്കെ നമുക്ക് വ്ളോഗിലിടണം എന്നൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട്. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഇഹ്റാം കെട്ടി നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ പല ഭാഗത്തായിട്ട് നമസ്കരിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് ഒരുപാട് നേരം അവിടെയൊക്കെ ഒന്ന് കണ്ടു. നമുക്ക് അവിടെയുള്ള ഓരോ മുക്കും മൂലയും എല്ലാം ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് വലിയ അത്ഭുതം കേട്ടോ. ഞാൻ ശരിക്കും കൂടെയുള്ളവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ശരിക്കും നമ്മൾ മരിച്ച് പരലോകത്ത് വന്നേക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം അതുപോലത്തെ അത്ഭുതമാണ്. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ നിസ്കരിക്കുമ്പോഴൊക്കെ ഒരുപാട് കരയും. പഠിച്ചോനെ എന്നെ ഈ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് എത്തിക്കണേ. അതിനുള്ള യാതൊരു ഭൗതികമായ സാഹചര്യങ്ങളും മുമ്പിലില്ല. കുഞ്ഞു കുട്ടികളും ഒക്കെയുള്ള എനിക്ക് ഒരു രക്ഷയില്ല. പക്ഷേ അത്ഭുതം എന്നോണം അവിടെ എത്തി കേട്ടോ. ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു അത്ഭുതമാണ്. ഞാൻ സ്വപ്നം കണ്ടതാണോ പിന്നെ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോഴാണ് ഒരാശ്വാസം. ഇത് ചെയ്യുവാണ് കേട്ടോ. ഇത് ഒരിക്കലും നമ്മുടെ ഇതിനെ താഴ്ത്തിക്കെട്ടി അല്ലെങ്കിൽ അനാദരവോടുകൂടി എടുത്ത വീഡിയോ അല്ല കേട്ടോ. അവിടെ എത്തിയപ്പോൾ എല്ലാ ആണുങ്ങളും ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ ഓടണ കാണുമ്പോഴേ എന്തൊക്കെയോ ഉള്ളിലിങ്ങനെ കോരിത്തെരിപ്പോ ഇങ്ങനെ എന്തൊക്കെയോ അള്ളാഹുവിൻ്റെ കൽപ്പന ഒരു കൂട്ടം ജനങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ അനുസരിക്കണതൊക്കെ കാണുമ്പോഴേ മുന്നിൽ പറഞ്ഞു കൊടുക്കാൻ ഒരാളും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണ കാണുമ്പോഴേ അത് നമ്മുടെ മതത്തിലല്ലാതെ വേറൊരു ഇല്ലല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ട് എടുത്തു പോയതാണ്. ഇത് ക്ലോക്ക് ടവറാണ്. ഇതൊരു ഇറാനി സ്ത്രീ കേട്ടോ, പെട്ടുപോയതാണ് അവർ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇത് ഒരു ജുമാ നമുക്കവിടെ കിട്ടി. അന്നേരം അവിടെ ഇരുന്ന് ജുമായ്ക്ക് കൂടാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു അറബി കൊച്ചിരിക്കുന്നുണ്ട്. അവന് ഒരുപാട് നേരം എന്നോട് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഇളയ മോനോ ഓർമ്മ വന്നു. ഞാൻ ഒരുപാട് നേരം അവനായിട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരി എന്നൊന്നും പറഞ്ഞാൽ പോരാ, എത്ര പ്രിയപ്പെട്ടതാണോ ഉംറക്ക് പോയ ആ കാലഘട്ടം അത്രയും പ്രിയപ്പെട്ടതാണ് എനിക്ക് എൻ്റെ കൂടെ കിട്ടിയ എൻ്റെ കൂട്ടുകാരികളും. അത്രയും ആത്മബന്ധമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തിൽ ഒരിക്കലും മറക്കൂലാത്ത ഒരു ബന്ധം അല്ലാഹു ജീവിതാവസാനം വരെ നിലനിർത്തി തരട്ടെ.
ആമീൻ. അങ്ങനെ ആ കൊച്ചിനായിട്ട് ഒരുപാട് നേരം കളിച്ചു. അപ്പോൾ എന്നോട് പറയുന്നുണ്ട്, നിനക്ക് എവിടെ കുട്ടികളെ കണ്ടാലും കളിപ്പിക്കലാന്ന്. ജുമായ്ക്ക് കുത്തുവ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ആ കൊച്ച് കളിക്കുക കേട്ടോ. ആ കൊച്ചിൻ്റെ ഉമ്മയുടെ കയ്യിൽ വേറൊരു കുഞ്ഞാവയും കൂടി ഉണ്ട്. അവർ കൊച്ചുങ്ങളൊക്കെ ആയിട്ടാട്ടോ ഉമ്മറയ്ക്കൊക്കെ വരുന്നത്. അത് വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇബ്രാഹിം നബിയുടെ കാൽപ്പാടും ഒക്കെ ആ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഉമ്രയുടെ സമയത്തൊന്നും അല്ല കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞാൽ അത്ഭുതം എന്നോണം നമ്മൾ കണ്ട അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊണ്ടുവന്ന് പറഞ്ഞ് വിവരിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പിടിച്ചതാണ്. അല്ലാണ്ട് ഒരിക്കലും അനാദരവ് കൊണ്ടിട്ട് ചെയ്യണമല്ല കേട്ടോ. ഇത് ഉഹദ് മല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇസ്ലാമിലും ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണല്ലോ ഉഹദ് മല. ഉഹദ് എന്നെയും ഞാൻ ഉഹദിനെയും സ്നേഹിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇത് മിനായാണ്. ചിലപ്പോൾ തെറ്റുകളൊക്കെ പറ്റാട്ടോ ഈ വീഡിയോയിൽ. എനിക്ക് കുറച്ച് നാളുകൾ മുമ്പ് എടുത്തു വെച്ച വീഡിയോയാണേ, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയില്ല. ഇത് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് മിന. ഇവിടെ ഒരു ദിവസം രാപ്പാർത്താലാണ് ഹജ്ജ് കംപ്ലീറ്റ് ആവുള്ളൂ എന്നൊക്കെയാണ് ഒരു കേട്ടറിവ്. കറക്റ്റായിട്ടൊന്നും അറിയില്ല കേട്ടോ. ഇത് പിന്നീട് ഞങ്ങളൊരു ദിവസം ഉംറയില്ലാത്ത ദിവസം ഞങ്ങളെയും കൊണ്ട് രാവിലെ പോയ സ്ഥലമാണ്. ജിന്നുപള്ളിയായിരുന്നു അത്. ഈ കാണുന്നത് റസൂൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർസ്ഥാനാണ് ആ പച്ചച്ചെടി നിന്നുകൊണ്ടിരുന്നത്. ഇത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനിച്ച വീടാണ്. അതിപ്പോൾ ലൈബ്രറി കേട്ടോ. അവിടെ ആരെയും ഇപ്പോൾ അങ്ങനെ കയറ്റാനൊന്നും അനുവാദമില്ല. അപ്പോൾ ഇതൊക്കെ മക്കയിലുള്ള വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് മദീനയിലേക്ക് പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളില്ലാത്ത കാരണം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.